Hello dear students, welcome to Learns of channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററായ കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. ഇൻ ദിസ് സ്റ്റോറി ദ ലിറ്റിൽ റാക്കൂൺ നെയിംഡ് ചെസ്റ്റർ. അപ്പം ഈ കഥയിൽ ഒരു ലിറ്റിൽ റാക്കൂൺ ഉണ്ട്. റാക്കൂൺ എന്ന് പറയുന്ന ഒരു വൈൽഡ് ആനിമൽ ആണ്. ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള ഒരു റാക്കൂണിന്റെ പേരാണ് ചെസ്റ്റർ എന്നുള്ളത്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ് ടു ഹിം. നമുക്ക് എന്താ റാക്കൂണിന് സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. സോ ഇന്നത്തെ റാക്കൂണിന്റെ പേരാണ് ചെസ്റ്റർ എന്നുള്ളത്. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ആ കാടിന്റെ ഒരരികിലിരുന്നിട്ട് ചെസ്റ്റർ റാക്കൂൺ കരയുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ. ചെസ്റ്റർ റാക്കൂൺ തന്റെ മദറിനോട് പറയാണ്, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. സ്റ്റേ എന്ന് വെച്ചാൽ നിൽക്കുക അല്ലെ തങ്ങുക എന്നൊക്കെയാണ്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ പാവക്കുട്ടികളോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സിംഗ് ഓൺ മൈ സ്വിംഗ്. എനിക്ക് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചെസ്റ്റർ റാക്കൂൺ പറയാണ്. തനിക്ക് സ്കൂളിലേക്ക് പോകാൻ മടിയാണ്, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ നിന്ന് ഫ്രണ്ട്സിനോടൊപ്പം കളിച്ചോട്ടെ എന്നും പാവക്കുട്ടികളോടൊപ്പം കളിച്ചോട്ടെ എന്നും പുസ്തകങ്ങൾ വായിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പോഴത്തേക്ക് മിസ് റാക്കൂൺ ഈ ചെസ്റ്റർ റാക്കൂണിന്റെ മദറാണ്, അമ്മയാണ്. ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ്. ചെസ്റ്ററിനെ കയ്യിലെടുക്കുകയും അത് നസിൽഡ് ഹിസ് ഇയർ. എന്നിട്ട് ആ നസിൽഡ് എന്ന് വെച്ചാൽ ഈ സ്നേഹത്തോടെ മൂക്ക് കൊണ്ട് നമ്മൾ ഉരയ്ക്കുന്നതിനാണ് നസിൽഡ് എന്ന് പറയുന്നത്. ചെസ്റ്റർ റാക്കൂനെ കയ്യിലേക്ക് എടുത്തിട്ട് റാക്കൂന്റെ ഇയറിൽ ചെവിയിൽ നസിൽ ചെയ്ത് അല്ലെങ്കിൽ മുഖം കൊണ്ട് സ്നേഹത്തോടെ ഉരച്ചു. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു, ഷി ടോൾഡ് ഹിം ജെന്റ്ലി. ചില സമയങ്ങളിൽ വി ഓൾ ഹാവ് ടു ഡു തിങ്സ്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്കത് പക്ഷെ ചെയ്യാൻ താല്പര്യമില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ ആയിരിക്കും, എങ്കിലും നമുക്കത് ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി, വളരെ ജെന്റ്ലി ആയിട്ട് മൃദുലമായിട്ട് ചെസ്റ്റർ റാക്കൂന്റെ അമ്മ പറഞ്ഞു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച്, അത് വളരെ സ്ട്രേഞ്ച് ആണെങ്കിലും പരിചിതമല്ലാത്തതെങ്കിലും, ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്, ആദ്യം നമുക്ക് ഭയം തോന്നുന്നതും പരിചിതമല്ലാത്തതാണെങ്കിൽ പോലും നമുക്കത് ചെയ്തേ പറ്റൂ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ നീ ആദ്യം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം നീ സ്കൂളിലൊന്ന് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ, യു വിൽ ലവ് സ്കൂൾ, നിനക്ക് സ്കൂൾ വളരെയധികം ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ അവിടെ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, പുതിയ കളിപ്പാട്ടങ്ങളൊപ്പം കളിക്കുകയും ചെയ്യും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് അവിടെ പുസ്തകങ്ങൾ വായിക്കാം. ആൻഡ് സ്വിംഗ് ഓൺ ന്യൂ സിങ്സ്, അതുപോലെ പുതിയ ഊഞ്ഞാലുകൾ നിനക്ക് ആടുകയും ചെയ്യാം. ഡിസൈഡ്സ്, അത് കൂടാതെ ഷീ ആഡഡ്, റാക്കൂന്റെ അമ്മ പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേ അറ്റ് ഹോം. അപ്പം തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മദർ പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്കൊരു വണ്ടർഫുൾ സീക്രട്ട്, ഒരു വലിയ രഹസ്യം അറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ് അറ്റ് സ്കൂൾ സീംസ് ആസ് വാം ആസ് കോസി ആസ് യുവർ ഡേ അറ്റ് ഹോം. വീട്ടിലെ പോലെ തന്നെ നിന്റെ സ്കൂളിലെ ദിവസങ്ങളിലും രാത്രികളിലും നിനക്ക് വാമായിരിക്കാനും വളരെ ആശ്വാസത്തിലിരിക്കാനും, കോസി എന്ന് വെച്ചാൽ കംഫർട്ട്, സുഖകരമായിരിക്കാനുമുള്ള ഒരു സീക്രട്ട് എനിക്കറിയാമെന്ന് തന്റെ അമ്മ പറഞ്ഞു. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ തന്റെ കണ്ണുനീരെല്ലാം വൈപ്പ് എന്ന് വെച്ചാൽ തുടച്ചു കളയാൻ. അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, വളരെ കൗതുകത്തോടു കൂടി അത് എന്താണെന്നറിയാൻ കേട്ടിരുന്നു. എ സീക്രട്ടോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് സീക്രട്ടാ പറയുന്നത്? എ വെരി ഓൾഡ് സീക്രട്ട്, അതൊരു പഴയ സീക്രട്ടാ. സെഡ് മിസ് റാക്കൂൺ പറഞ്ഞു. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. Miss Raccoon ചെസ്റ്റർ റാക്കൂന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുകയും and spread his tiny fingers into a fan. ആ ചെറിയ ഫിംഗർ എല്ലാം കൂടെ വിടർത്തി. ഇവിടെ into a fan എന്ന് പറഞ്ഞേക്കുന്ന കൈ പിടിച്ച് നിവർത്തി എന്നാണ്. വിരലെല്ലാം ഒരു ഫാൻ പോലെ ഇങ്ങനെ പിടിച്ച് നിവർത്തി. ലീനിങ് ഫോർവേഡ്, എന്നിട്ട് മുമ്പോട്ടൊന്ന് ചാഞ്ഞു, അല്ലെങ്കിൽ ആഞ്ഞു എന്നൊക്കെ പറയാം. ലീനിങ് എന്ന് പറഞ്ഞാൽ ചായുക എന്നാണ്. ലീനിങ് ഫോർവേഡ്, മുമ്പോട്ടൊന്ന് ചാഞ്ഞു. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് ആ കൈയുടെ
മിഡിൽ ഓഫ് ദ പാം, കൈപ്പത്തിയുടെ മിഡിൽ ആയിട്ട്, പാം എന്ന് വെച്ചാൽ ആ കൈപ്പത്തി ഉണ്ടല്ലോ, അതിനെയാണ് പാം എന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ മിഡിൽ എന്ത് ചെയ്തു? കിസ് ചെയ്തു. ഷീ കിസ്ഡ്. തന്റെ അമ്മ ചെസ്റ്ററിന്റെ കൈപ്പത്തിയുടെ മിഡിൽ ആയിട്ട് കിസ് ചെയ്തു. ചെസ്റ്റർ felt his mother's kiss rush from his hand up his arm and into his heart. ചെസ്റ്ററിന് തോന്നി ഹിസ് മദേഴ്സ് കിസ്, തന്റെ അമ്മയുടെ ചുംബനം, കിസ്, ഉമ്മ, റഷ് ഫ്രം ഹിസ് ഹാൻഡ്, കയ്യിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഇങ്ങനെ ഓടിക്കയറുന്ന പോലെ, ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആംസ്, കയ്യിലൂടെ, ഇൻടു ഹിസ് ഹാർട്ട്, തന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആ ചുംബനം ഇങ്ങനെ ഓടിക്കയറുന്ന പോലെ തോന്നി. റഷ് മീൻസ് ഇങ്ങനെ ധൃതി വെച്ച് കയറുക, അല്ലെ പെട്ടെന്നുള്ളതിനാണ് റഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്, തന്റെ ആ സിൽക്കി, വളരെ സിൽക്കി ആയിട്ടുള്ള ബ്ലാക്ക് മാസ്ക്, ആ റാക്കൂന്റെ മുഖത്തുള്ള ഒരു ഡാർക്ക് രോമത്തെയും ആ ഡാർക്ക് കളറിനെയൊക്കെയാണ് ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്, വളരെയധികം ഒരു സ്പെഷ്യൽ വാംത്, ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലൊക്കെയുള്ള ഒരു സുഖം തോന്നി. മിസ് റാക്കൂൺ സ്മൈൽഡ്, മിസ് റാക്കൂൺ അപ്പൊ ചിരിച്ചു, തന്റെ അമ്മ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, എന്നിട്ട് ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി, നീ എപ്പോഴാണോ ഒറ്റയ്ക്കായെന്ന് തോന്നുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ്, നിനക്ക് കുറച്ച് സ്നേഹം വേണമെന്ന് തോന്നിയാലും, ഫ്രം ഹോം ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്, നിനക്ക് എപ്പോഴെങ്കിലും അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ വീടിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ, വീടിന്റെ സ്നേഹം വേണമെങ്കിൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്, നീ കൈ ഒന്നെടുത്ത് നിന്റെ കവിളിൽ വെച്ചിട്ട് ആൻഡ് തിങ്ക്, എന്നിട്ട് ഓർക്കുക, എന്നിട്ട് പറയാ, മമ്മി ലവ്സ് യു, മമ്മി loves you, and that very kiss will jump into your face and fill you with toasty warmth. എന്നിട്ട് മമ്മി ലവ്സ് യു എന്ന് പറയുമ്പം ആ നിമിഷം തന്നെ ആ കിസ് നിന്നിലേക്ക് ചാടി വരികയും, അല്ലെങ്കിൽ നിന്നിലേക്ക് പെട്ടെന്ന് അത് ആ തോന്നലുണ്ടാവുകയും, ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, നിനക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഓർമ്മകൾ വരികയും ചെയ്യും. She took Chester's hand and carefully wrapped his fingers around his kiss. എന്നിട്ട് ചെസ്റ്ററിന്റെ കൈ എടുക്കുകയും, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ചെസ്റ്ററിന്റെ കൈകൾ എടുക്കുകയും, ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്, വളരെ കെയർഫുൾ ആയിട്ട് ആ കിസ് റാപ്പ് ചെയ്യുക. റാപ്പ് എന്ന് വെച്ചാൽ പൊതിയുക എന്നൊക്കെ, അല്ല കവർ ചെയ്യുകയാണ്. റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ഹിസ് കിസ്, കൈ ഇങ്ങനെ മടക്കി പിടിച്ചു, അതിനകത്ത് തന്റെ അമ്മ കൊടുത്ത കിസ് ഉണ്ടായിരുന്നു. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം, എന്നിട്ട് ചെസ്റ്റർ റാക്കൂനോട് പറയുകയാണ്, ഇനി സൂക്ഷിക്കണം, ഇതുകൊണ്ട് കളയല്ലേ എന്ന് പറഞ്ഞു. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. എന്നിട്ട് പറയാണ്, വിഷമിക്കേണ്ട, when you open your hand, നീ എപ്പോൾ കൈകൾ ഓപ്പൺ യുവർ ഹാൻഡ്, കൈകൾ തുറക്കുന്നു, to wash after having food, ഫുഡ് കഴിച്ചതിന് ശേഷം കൈകൾ കഴുകാൻ വേണ്ടി തുറക്കുന്നതോ, I promise the kiss will stick, ആ തന്ന കിസ് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും, അവിടെ ഒട്ടി തന്നെ ഇരിക്കും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിംഗ് ഹാൻഡ്, അത് ചെസ്റ്ററിന് വളരെയധികം, ആ കിസ്സിംഗ് ഹാൻഡ് ചെസ്റ്ററിന് വളരെയധികം ഇഷ്ടപ്പെടുകയും, and now he knew his mother's love, ഇപ്പോൾ അവന്റെ അമ്മയുടെ സ്നേഹം മനസ്സിലായി. would go with him wherever he went, എവിടെ പോയാലും തന്റെ അമ്മയുടെ സ്നേഹം തന്നോടൊപ്പം അവനോടൊപ്പം ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായി. even to the school, അതിന് സ്കൂളിലായാൽ തന്നെ. that night, ആ രാത്രി, ചെസ്റ്റർ stood in front of his school, സ്കൂളിൽ പോയി നിൽക്കുകയും, സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയും, and looked thoughtful, വളരെയധികം തോട്ട്ഫുള്ളോടുകൂടി, ഹാപ്പിയോടുകൂടി ചിന്തിച്ച് നിൽക്കുകയാണ്. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്, എന്നിട്ട് അമ്മയോട് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് അമ്മയെ നോക്കിയിട്ടും ചിരിച്ചുകൊണ്ട് പറയാണ്, ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ, അമ്മയുടെ കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ, തന്റെ അമ്മയുടെ കൈകൾ പിടിച്ചെടുക്കുകയും, ആൻഡ് അൺഫോൾഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗർ ഇൻ ടു എ ഫാൻ, ആ വലിയ കൈകൾ നേരത്തെ പോലെ ഫിംഗർ അല്ലെങ്കിൽ നിവർത്തി. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ്, എന്നിട്ട് മുമ്പോട്ടായുകയും, ആൻഡ് കിസ്ഡ് ദ സെന്റർ ഓഫ് ഹെർ ഹാൻഡ്, തന്റെ അമ്മയുടെ കൈയുടെ സെന്ററിൽ നടുവിലായിട്ട് കിസ് ചെയ്യുകയും ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിംഗ് ഹാൻഡ് ടു, ഇപ്പൊ അമ്മയുടെ കയ്യിലും കിസ്സിംഗ് ഹാൻഡ് ഉണ്ട്. ടു ഓൾ ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ, എന്നിട്ടൊരു വളരെ ജെന്റിൽ ആയിട്ട്, വളരെ മൃദുലമായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടൊരു ഗുഡ് ബൈയും പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ, എന്നിട്ട് ചെസ്റ്റർ തിരിച്ച് ഐ ലവ് യു, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു പറഞ്ഞ് ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ്, അവിടെ നിന്ന് തുള്ളിച്ചാടിക്കൊണ്ട് പോയി. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാംബർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ, ഇതെല്ലാം മിസ് റാക്കൂൺ അവിടെ നിന്ന് കാണുകയായിരുന്നു. ചെസ്റ്റർ സ്കാംബർ മീൻസ് തുള്ളിക്കളിച്ചോണ്ട്, ഹാപ്പിയോടെ തുള്ളിക്കളിച്ചോണ്ട് പോവുകയാണ്.
അക്രോസ് എ ട്രീ ലിംബ്, ഒരു മരത്തിന്റെ അരികിൽ നിന്ന് കാണുന്ന കണ്ടില്ലേ. സോ ട്രീ ലിംബിന്റെ അരികിൽ നിന്ന് ഇതെല്ലാം കാണുകയാണ്. ആൻഡ് എന്റർ ദ സ്കൂൾ, എന്നിട്ട് സ്കൂളിലേക്ക് പ്രവേശിച്ചു. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ന്യൂ സ്കൂൾ ഇയർ റാൻ, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. എന്നിട്ട് സ്കൂളിൽ ആദ്യത്തെ ബെല്ലടിച്ചപ്പോൾ തന്നെ ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക്, തന്റെ ചീക്കിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് പതിക്കുകയും ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചീക്ക് എന്ന് വെച്ചാൽ കവിളിലേക്ക് ആ ചെസ്റ്റർ കൊടുത്ത ഉമ്മ ലെഫ്റ്റ് ഹാൻഡിൽ കൊടുത്ത ചീക്കിലേക്ക് പ്രസ് ചെയ്യുക അല്ലെ പതിക്കുകയും ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചു. ദ വാംത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോഴത്തേക്ക് ആ ഒരു ചൂട്, ആ ഒരു വാംത്, ആ ഒരു ഇളം ചൂട് തന്റെ ഹൃദയത്തിന് വളരെയധികം ഒരു സ്പെഷ്യൽ ഫീലിങ്സ് നൽകി. ദ വാംത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ്, ചെസ്റ്ററിന്റെ ആ കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, വളരെയധികം സ്പെഷ്യൽ വേർഡ്സ് അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടം തോന്നി. ചെസ്റ്റർ ലവ്സ് യു ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ്സ് യു. എന്നിട്ട് ആ സ്പെഷ്യൽ വേർഡ്സ് എന്തായിരുന്നു? ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു എന്നായിരുന്നു. സോ ഇങ്ങനെയാണ് പാഠം എൻഡ് ചെയ്യുന്നത്. ഇതിലെ ആക്ടിവിറ്റീസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.